ഫോട്ടോഗ്രാഫി കരിയറിൽ തന്നെ വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഒന്നും അല്ലാതിരുന്ന ഞാൻ വേണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തി, എൻ്റെ ഫോട്ടോസ് എത്തി. നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 25 ക്രിസ്തുമസ് ആണ്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും പ്ലാൻ ചെയ്തതല്ല കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു 2 വർഷം മുമ്പ് കിട്ടിയ ഒരു ക്രിസ്തുമസ് സമ്മാനത്തിനെ കുറിച്ച് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് ആലോചിച്ചാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ആദ്യമായ ആഗ്രഹമുണ്ട്. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2018 എനിക്ക് കിട്ടിയ ഒരു ക്രിസ്തുമസ് സമ്മാനത്തിനെ കുറിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ സഫീർ അബീസ്. വെൽക്കം ടു മൈ ജംഗിൾ ക്യാപ്ചർ. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം ഞാൻ നേരത്തെ നിന്നെടുത്ത് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അകത്തോട്ട് മാറി. നമ്മൾ ആ കണ്ട ഒരു മരത്തിൻ്റെ അകത്തോട്ട് മാറിയാണ് നിൽക്കുന്നത്. ഇത് ഒരു പൊതുവഴിയാണ്, അതായത് 2 പാടങ്ങൾക്ക് സെൻട്രലിലൂടെയുള്ള ഒരു പൊതുവഴിയാണ്. ആ വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ വന്നപ്പോൾ കണ്ടു, ഞാൻ ഓടിച്ചു വന്ന ആ വഴി വളരെ ചെറുതാണ്. നമ്മുടെ വണ്ടിയൊക്കെ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള ഇച്ചിരി തണലെന്ന് പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ള ആ ഒരു വിശേഷം എന്ന് പറയുന്നത്, ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയം തൊട്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഗ്രേറ്റർ ഫ്ലെമിംഗോ, അതായത് വലിയ രാജഹംസത്തിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന്. അത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണേൽ ഒരു കൊക്ക് വർഗ്ഗം എന്ന് തന്നെ വേണം പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേഡാണ് ഗ്രേറ്റർ ഫ്ലെമിംഗോ അല്ലെങ്കിൽ വലിയ രാജഹംസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചിത്രം എടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത്, അതായത് 2018 തന്നെ എനിക്ക് അതിൻ്റെ 2-3 ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമക്കുടിയിൽ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കടമക്കുടിയിൽ അതിനെ സ്പോട്ട് ചെയ്തിട്ട് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാനൊരു ഫ്രണ്ടുമായിട്ട് പോയി ഫോട്ടോ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഒരു ഫ്ലെമിംഗോ ഉണ്ടായിരുന്നുള്ളൂ. അത് ജസ്റ്റ്, പക്ഷേ അവിടുത്തെ ഒരു പെർച്ചും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. പക്ഷേ നമുക്ക് ഫോട്ടോ കിട്ടി, നമുക്ക് കാണണമെന്നുള്ള ഒരു ആഗ്രഹം തീർന്നു. അങ്ങനെ നമുക്ക് അതിനെ കാണാനൊക്കെ കഴിഞ്ഞു. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുക്കണമെന്നുള്ള ആഗ്രഹം പിന്നെയും മനസ്സിലുയർന്നു. പിന്നെ എനിക്ക് തോന്നുന്നു, കറക്റ്റ് പറയുകയാണെങ്കിൽ 2018 എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഉള്ളിലൊരു ഭയമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വളരെ ബുദ്ധിമുട്ട് സഹിച്ചൊരു വർഷത്തിൽ ഒന്നാണ് 2018. കാര്യം എന്ന് പറയുന്നത് അന്നാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രളയം ഉണ്ടായത്. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ, ആ ഒരു പ്രളയത്തെ തോൽപ്പിച്ചു എന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രിസ്തുമസിൽ, അതായത് 2018 ഡിസംബർ 25 രാവിലെ ഞാൻ പത്രം എടുത്ത് നോക്കുമ്പോഴാണ് ആലപ്പുഴ ജില്ലയിൽ എൻ്റെ ഡിസ്ട്രിക്റ്റിൽ ഗ്രേറ്റർ ഫ്ലെമിംഗോ വന്ന് എന്നുള്ളൊരു വാർത്ത ഞാൻ ആ ഒരു പത്രത്തിൽ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മനോരമയായിരുന്നു തോന്നുന്നു. ഞാൻ മനോരമയിലാണ് അത് വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ആ ഒരു ബേഡ്, നമ്മൾ തപ്പി നടന്ന ആ ഒരു ബേഡ് വന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ അന്ന് വേറെ എന്തൊക്കെയോ അവധി ദിവസമായതുകൊണ്ട് തന്നെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതൊന്നും നടന്നില്ല. പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ആ സ്ഥലത്ത് പോയി. അപ്പോൾ സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് സ്പോട്ട് അറിയത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ എടുത്ത ആളെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹമാണ് നമ്മുടെ കഴിഞ്ഞ 2 വീഡിയോയിലൊക്കെ വന്നിരുന്ന സിബു ചേട്ടനെ അന്നാണ് ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്മസ് ഡേക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു അത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ച് നടന്ന ആ ഒരു ബേഡിനെ എനിക്ക് കാണാൻ പറ്റി. ഞാൻ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി ഒരുപാട് അന്ന് യാത്ര ചെയ്തു, ഒരുപാട് നടന്നു. ഇതുപോലെ തന്നെ വെറ്റ്ലാൻഡിലൂടെ ശരിക്കും നടന്നിട്ടൊക്കെയാണ് നമുക്കന്ന് ആ ഫോട്ടോ കിട്ടിയത്. അപ്പോൾ അന്നത്തെ അത് ഏറ്റവും വലിയ, അതായത് ഫോട്ടോഗ്രാഫി കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാര്യം അതുവരെ ഞാൻ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന ഞാൻ ആ ഫ്ലെമിംഗോസിനെ കണ്ടു, അതിൻ്റെ ഫോട്ടോസ് എടുത്തു. പിന്നീടും അതിൻ്റെ ഫോട്ടോസ് അവിടെ നിന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് കിട്ടി. ഞാൻ എടുത്ത ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടിട്ട് എൻ്റെ സുഹൃത്ത് അമൽ ജോർജ്, അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്, എടാ നമുക്കിത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാം, ഫോട്ടോ പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എനിക്ക് ട്രാവലറിൽ എഴുതാൻ ഒരു അവസരം തന്നു. ആ ഒരു അവസരം എന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു അവസരം തന്നെയായിരുന്നു. കാരണം ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. എൻ്റെ ആ ഫോട്ടോസൊക്കെ അവർ കണ്ടിട്ട് അവർക്ക് ആ ഒരു ഫോട്ടോസ് ഇഷ്ടപ്പെട്ടു.
അതേപോലെ തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി 2019 ഫെബ്രുവരി മനോരമ ട്രാവലർ ഇത് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി കാര്യങ്ങളിൽ തന്നെ വളരെ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഒന്നും അല്ലാതിരുന്ന ഞാൻ വേണമെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തി, എൻ്റെ ഫോട്ടോസ് എത്തി, അത് കണ്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് വന്നു, എനിക്ക് ഒരുപാട് കോൺടാക്ട്സ് കിട്ടി. അതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പിന്നീട് ഒരുപാട് നല്ല നല്ല കോൺടാക്ട്സുകൾ കിട്ടി. അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അതിനുശേഷം എൻ്റെ ആ ചിത്രങ്ങൾ വീണ്ടും പബ്ലിഷ് ചെയ്തു, നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ അരണ്യ മാഗസിനിൽ പബ്ലിഷ് ചെയ്തു. അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്ന് ആ ഫെബ്രുവരിയിൽ വന്ന അരണ്യത്തിൻ്റെ ട്രാവലറിൻ്റെ കോപ്പിയും അതേപോലെ തന്നെ കേരള ഫോറസ്റ്റിൻ്റെ അരണ്യത്തിൻ്റെ കോപ്പിയൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഒരിക്കലും ചെറിയൊരു അറ്റംപ്റ്റ് ആണെങ്കിൽ പോലും അതിന് വേണ്ടി സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി ലഭിക്കും. അപ്പോൾ എനിക്ക് അന്നങ്ങനെ കിട്ടിയ ഒരു ക്രിസ്തുമസ് സമ്മാനം തന്നെയായിരുന്നു എൻ്റെ കരിയറിലെ ഫോട്ടോഗ്രാഫി കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് വന്ന ആ ഒരു ദിവസം തന്നെയായിരുന്നു. ഇപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് കറക്റ്റ് 2 വർഷമാകുന്നു. അപ്പോൾ ഇന്നും നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വീടിനടുത്ത് ഞാൻ എപ്പോഴും വരുന്ന കരുവാടി എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്തോടൊന്നും ഞാൻ ഇതുവരെ വന്നില്ല. നിങ്ങൾ വന്നപ്പോൾ കണ്ടു, ചെറിയ വഴിയാണ്, അതുവഴി വന്നു. നമ്മളിപ്പം ഈ വരുന്ന വഴി ആകെ ഒരു തണൽ ഉള്ളത് ഇവിടെ മാത്രമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, ഇവിടുന്ന് കിട്ടുന്ന ബേഡ്സ് എന്താണ്. ഇന്ന് ഈ ഒരു ക്രിസ്മസ് ഡേയിൽ 2020 ക്രിസ്മസ് ഡേയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നൊന്നും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കണ്ടേ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടം വരെ വന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ അത്യാവശ്യം ഹൈഡാണ്, കാരണം വെച്ചാൽ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ബേഡ്സൊന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ എല്ലാം ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് കറങ്ങി നോക്കാം. എന്നിട്ട് കിട്ടുന്ന ഫോട്ടോസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നമുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഭാഗ്യമുണ്ടായി. ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. ആ വണ്ടിയുടെ അടുത്ത് കുറച്ച് ഒരു എന്താ പറയുക, ചെറിയൊരു മുള പോലത്തെ ചെടി ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ സൈഡിൽ ട്രൈ കളേർഡ് മുനിയ, എനിക്ക് അതിൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുള്ളതാണ്. അത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ട്രൈ ചെയ്ത് നോക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിൻ്റെ അകത്താണ് ക്യാമറയും കാര്യങ്ങളെല്ലാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ നേരത്തെ എടുത്തുകൊണ്ട് അത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ സത്യത്തിൽ ഞാൻ ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾക്കറിയാം, വീഡിയോഗ്രാഫറല്ല. പക്ഷേ രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസും മിസ്സാകുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ വീഡിയോസും മിസ്സാകുന്നുണ്ട്. മാക്സിമം ഇതെല്ലാം കൂടെ ഒരുമിപ്പിക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ ക്യാമറയൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ വർക്ക് ചെയ്ത് വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വീഡിയോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് വീഡിയോ കിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഒരു അപ്പാപ്പൻ അതുവഴി വന്ന് വീഡിയോ നമുക്ക് മിസ്സായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ബേഡ് പറന്നുപോയി. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറി നോക്കി കേട്ടോ. ഞാൻ ആക്ച്വലി ഒന്ന് പെട്ടിരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വളയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ നേരത്തെ ഇതുവഴി കുറച്ച് വന്നിട്ടുണ്ട്. അന്ന് നമുക്ക് കുറച്ചുകൂടെ വീതി ഉണ്ടായിരുന്നു. അന്ന് വണ്ടി നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പം കുറേ കൂടെ ചെറുതായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇപ്പോൾ വന്നിട്ട് തോടിൻ്റെ അകത്ത് കുറച്ചുകൂടെ ആഴം കൂട്ടാൻ വേണ്ടി ഒരു ചെളിയെല്ലാം വരി ഈ വഴിയിലിട്ട് അങ്ങനെ വഴി കുറച്ച് കുത്തനെയാണ് നിൽക്കുന്നത്. അങ്ങനെ ആക്ച്വലി പെട്ടു എന്ന് പറഞ്ഞിരിക്കുക. കാരണം ഞാൻ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വന്നു. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ബ്രിഡ്ജുണ്ട്. ബ്രിഡ്ജിൻ്റെ അടുത്ത് നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കണ്ട വേറൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാപ്പം കാരണം നമുക്ക് നേരത്തെ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സത്യമാണ്. പക്ഷേ ഇവിടെ
വേറെ കുറച്ച് കുഞ്ഞു ബേഡ്സ് ഐ ലെവലിൽ ഇരിപ്പുണ്ട്. നമുക്ക് എന്തായാലും അതിനെ നോക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ക്രിസ്തുമസും നമുക്ക് വെറുതെ ആകത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ പോകുന്ന വഴിയും അവിടെ ഇരിക്കുന്ന ബേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടിക്കകത്ത് ട്രൈപോഡ് ഇരിപ്പുണ്ട്. ട്രൈപോഡ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. മുനിയ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ട്രൈക്കളയുടെ മുനിയ മാത്രമല്ല, വേറെ എന്തൊക്കെയോ ഉണ്ട്. ദൂരെ നിന്നാണ് കാണുന്നത്. ഈ ഒരു ബ്രിഡ്ജ് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇനി ഞാൻ മിണ്ടാതിരുന്നാലേ എനിക്ക് ആ വിഷ്വൽസ് കിട്ടത്തുള്ളൂ. കാര്യം ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ബേഡ്സ് എല്ലാം പറന്നു പോകും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്യാമറയെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഏത് മോഡിലാണ് സെറ്റിങ്സ് ഇടുന്നതെന്ന്. അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത് മാനുവൽ മോഡിലും ഫോട്ടോസ് എല്ലാം എടുക്കുന്നത് അപ്പർച്ചർ മോഡിലുമാണ്. അപ്പോൾ ഈ 2 മോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന സെറ്റിങ്സ് എല്ലാം ആ ഫോട്ടോയുടെ സൈഡിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഫോട്ടോയുടെ സെറ്റിങ്സ് ഒക്കെ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബേഡ്സ് എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതായത് നമ്മുടെ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ക്യാമറയിൽ നിന്ന് ഇവിടുന്ന് കിട്ടിയ വിഷ്വൽസും അതേപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് എടുത്ത ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടിട്ടോ. അപ്പോൾ ഇന്നെടുത്ത വീഡിയോസും ഫോട്ടോസും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ആ ഒരു റിസൾട്ട് നമുക്ക് എപ്പോഴായാലും കിട്ടിയിരിക്കും. അതുപോലെ തന്നെ ഞാൻ പല വീഡിയോസിലും പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ ചില മാറ്റങ്ങൾ വരാൻ പോവാണെന്ന്. ആ മാറ്റങ്ങൾ അടുത്ത വീഡിയോ തൊട്ടുണ്ടാവും. പുതുവർഷത്തിൽ പുതിയ മാറ്റങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സഫീർ ബീസ് സൈനിങ് ഓഫ് ജംഗിൾ ക്യാപ്ചർ.